തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ വിജയ്ക്ക് സിപിഎമ്മിന്റെയും സിപിഐയുടെയും പിന്തുണ. ഇതോടെ ടിവികെക്ക് 117 പേരുടെ പിന്തുണയായി. ഹായ്, നമസ്കാരം. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവാസങ്ങളെ കുറിച്ച് പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എതിർചേരിയിലുണ്ടായിരുന്ന സിനിമാ അഭിനേതാവ് വിജയുടെ പാർട്ടി ടിവികെക്ക് ഇടതുപക്ഷം സിപിഎം പിന്തുണ നൽകിയത്? എന്താ കാര്യം? ഇതിൽ അധാർമികതയുണ്ടോ? രാഷ്ട്രീയ മര്യാദ നമ്മൾ കാറ്റിൽ പറത്തിയോ? എന്താണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ അനാവരണം ചെയ്യപ്പെടുന്നത്? ഇതാണ് പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നത്. സ്വാഭാവികം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ വിജയ്ക്ക് കിട്ടിയത് 108 ആണ്. അതേസമയം ഭൂരിപക്ഷത്തിനുള്ള ഒരു മാജിക് നമ്പർ എന്ന് പറയുന്നത് 118 ആണ്. 10 പേരുടെ കുറവുണ്ടായിരുന്നു. ഡിഎംകെ ചേരിയിൽ മത്സരിച്ച കോൺഗ്രസ് അവരുടെ 5 MLA-മാരെയും കൊണ്ട് അവർ ടിവികെ പക്ഷത്തേക്ക് ആദ്യം തന്നെ ചേരി മാറി. വളരെ മോശമായിപ്പോയി അഭിലാഷേ, വളരെ മോശമായിപ്പോയി. ഇടതുപക്ഷത്തിന്റെ നിലപാട് വളരെ സ്പഷ്ടമായിരുന്നു. ഇടതുപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് സിപിഐക്ക് 2, സിപിഎമ്മിന് 2, നമ്മുടെ പാർട്ടികളോട് സഹകരിക്കുന്ന വിസികെക്കും 2, അങ്ങനെ 6 MLA-മാരുടെ ഒരു ഒത്തുചേരൽ. നമ്മൾ പറഞ്ഞത് തമിഴ്നാട്ടിലെ ജനവിധി വിജയ്ക്ക് അനുകൂലമാണ്. ഏറെക്കുറെ ഭൂരിപക്ഷത്തോട് അടുത്തു നിൽക്കുന്ന വിജയെ ക്ഷണിക്കണം. അതാണ് രാഷ്ട്രീയ മര്യാദ എന്നുള്ളത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര ഭരണകക്ഷി അവിടെ ഒരു കള്ളക്കളി ആരംഭിച്ചു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ ബിജെപി ആലോചിക്കുന്നു. അതിനുശേഷം പാർട്ടികളെ പിളർത്തും. ഇതായിരുന്നു ബിജെപിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു നിൽക്കുന്നു. ഈ സമയത്ത് സിപിഎമ്മും സിപിഐയും വിസികെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞു, ലാർജസ്റ്റ് പാർട്ടി, സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ടിവികെയെ വിളിക്കേണ്ടതാണ്. അതാണ് രാഷ്ട്രീയത്തിന്റെ കീഴ്വഴക്കമെന്നുള്ളത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പക്ഷെ ഗവർണർ തന്റെ മുമ്പിൽ ഭൂരിപക്ഷം ബോധ്യപ്പെട്ടാൽ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് സിപിഎമ്മും സിപിഐയും ഡിഎംകെ ആയിട്ട്, അതായത് ഡിഎംകെ മുന്നണിയിലായിരുന്നു, ഡിഎംകെയുമായിട്ട് കൃത്യമായ ചർച്ചകൾ നടത്തി. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം. അതല്ലെങ്കിൽ ബിജെപിക്ക് ഒരു കള്ളക്കളി കളിക്കാനുള്ള ഒരവസരം അവിടെ സംജാതമാകുമെന്നുള്ള കാര്യം ഡിഎംകെക്ക് ബോധ്യപ്പെടുന്ന രീതിയിലും നമ്മുടെ പാർട്ടികൾ അവരുമായിട്ടുള്ള ചർച്ചയിൽ അടിവരിയിട്ട് പറഞ്ഞു. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ഡിഎംകെയും ഏറെക്കുറെ ആ ഒരു സമീപനത്തിലെയാണ് എത്തിയിരുന്നത്. അങ്ങനെയാണ് സിപിഎമ്മിന്റെ 2, സിപിഐയുടെ 2, അതുപോലെ വിസികെയുടെ 2, അങ്ങനെ 6 MLA-മാരുടെ പിന്തുണ വിജയുടെ പാർട്ടിക്ക് നൽകാൻ ഔദ്യോഗികമായി നമ്മൾ തീരുമാനിച്ചത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം, അല്ല ഡിഎംകെയും എഡിഎംകെയും കൂടി ചേർന്നൊരു സഖ്യമുണ്ടാക്കി അതിനെ നമ്മൾ പിന്തുണച്ചിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. അതിലൊരു വലിയ ഒരു അനീതിയുണ്ട്, അധാർമികതയുണ്ട്. എന്താ കാരണം? തമിഴ്നാട്ടിലെ ജനവിധിയെ അട്ടിമറിക്കുന്നതിനായിരിക്കും നമ്മൾ കൂട്ടുനിൽക്കുന്നത്. അതൊരു തരത്തിൽ അഭികാമ്യമല്ല. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? 2, അതിൽ പിന്നിലുള്ള ഒരു ചതിക്കുഴിയുണ്ട്. ബിജെപിയെ മുന്നണിയെ നയിക്കുന്ന എഡിഎംകെയെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പരോക്ഷമായിട്ട് അതിൽ ബിജെപിയുടെ ഒരു ഹസ്തം നമുക്ക് കാണാൻ കഴിഞ്ഞു. നിനക്ക് എത്ര തന്തയുണ്ടടാ? ബിജെപിയാണ് ആ ഒരു ആശയവുമായിട്ട് മുമ്പോട്ട് പോയത്. എഡിഎംകെ അത്തരത്തിലുള്ള ഒരു ബാന്ധവത്തിലേക്ക് തള്ളിവിടുന്നതിലുള്ള പ്രേരക ശക്തി ബിജെപി ആണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അതിനേക്കാളേറെ അത് രാഷ്ട്രീയമായ ഒരു സദാചാര വിരുദ്ധതയായിരിക്കും. മാത്രമല്ല അത് ജനവിധിയെ അട്ടിമറിക്കുന്നതിന് തുല്യമായിരിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷം ഔപചാരികമായി അൺകണ്ടീഷണലായി ഉപാധികളില്ലാതെ പിന്തുണ നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ. അങ്ങനെ അൺകണ്ടീഷണലായിട്ടുള്ള പിന്തുണ രേഖാമൂലം നൽകിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാനും ബിജെപിയുടെയും ഗവർണറുടെയും കള്ളക്കളി അവിടെ
യാഥാർത്ഥ്യമാകാതിരിക്കാനും വഴിവെക്കൂ എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഇടതുപക്ഷം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. അപ്പൊ ചിലരുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം വരും. ചിലരിനോട് ചോദിച്ചു, അല്ല കോൺഗ്രസും അങ്ങനെയല്ലേ എടുത്തേ? അല്ല, കോൺഗ്രസ് DMK-യുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. തങ്ങളുടെ 5 MLA-മാർക്ക് പ്രത്യുപകാരമായിട്ട് മന്ത്രിസ്ഥാനം കിട്ടൂലോ എന്നുള്ള ഒറ്റ കാരണത്താലാണ് കോൺഗ്രസ് ആദ്യം തന്നെ, അതായത് വിജയെ വിളിക്കുവോ ക്ഷണിക്കുവോ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ഗവർണർ അനുവദിക്കുവോ എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മറുകണ്ഠം ചാടിയത്. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്. അതുകൊണ്ടാണ് DMK ക്ഷോഭം പ്രകടിപ്പിക്കുകയും കോൺഗ്രസുമായിട്ടുള്ള ദേശീയ തലത്തിലുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. നട്ടപ്പാതിര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള നിന്റെ ശേഷിയുണ്ടല്ലോ.